السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികൾ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ളതും അവൻ ആദരിച്ചതും മനുഷ്യരെയാണ്. അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ ചിലതിനേക്കാൾ പവിത്രത നൽകാറുണ്ട്, ശ്രേഷ്ഠത നൽകാറുണ്ട്. അത് ഏത് സൃഷ്ടിയാണെങ്കിലും ശരി. മാസങ്ങളിൽ അള്ളാഹു 4 മാസങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്, അതും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസത്തിന് അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. മറ്റുള്ളതിൽ അള്ളാഹു ജിന്നിനേക്കാൾ മനുഷ്യർക്ക് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ആ മനുഷ്യരിൽ തന്നെ അള്ളാഹു ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും പവിത്രത നൽകിയിട്ടുണ്ട്. ആ അമ്പിയാക്കളിൽ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകത നൽകിയിട്ടുണ്ട്. ആ അമ്പിയാക്കളിൽ തന്നെ ഉലുൽ അസ്മുകൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല 5 പേരെ പ്രത്യേകം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്, അള്ളാഹുവിന്റെ ഒരു ശൈലിയാണ് അവന്റെ സൃഷ്ടികളിൽ ചിലതിനേക്കാൾ ശ്രേഷ്ഠത നൽകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സകല സൃഷ്ടികളെക്കാളും മനുഷ്യർക്ക് ശ്രേഷ്ഠത നൽകിയത് കൊണ്ട് തന്നെ അള്ളാഹു ദുനിയാവിൽ സകലതും സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ദുനിയാവിലുള്ളത് സകലതും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, മനുഷ്യർക്ക് വേണ്ടിയാണ്. ഓരോ മനുഷ്യനും ഓരോ സെക്കൻഡിലും അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഒരുപക്ഷെ അവനിക്ക് എടുത്തു പറയാൻ കൂടുതൽ സമ്പാദ്യം ഉണ്ടാകണമെന്നില്ല,
അവനിക്ക് എടുത്തു പറയാൻ ജോലി ഉണ്ടാകണമെന്നില്ല, എടുത്തു പറയാൻ ഒരു കുടുംബം ഉണ്ടാകണമെന്നില്ല. എങ്കിലും ഒരു ദിവസം അവൻ ആരോഗ്യത്തോടു കൂടി ഉറങ്ങി എഴുന്നേൽക്കുകയും അവനിക്ക് 3 നേരത്തെ ഭക്ഷണം ലഭിക്കുകയും അതേപോലെ ആരോഗ്യത്തോടു കൂടി രാത്രി തിരിച്ചുറങ്ങാനും അവന് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസത്തിൽ അവൻ പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ ഓരോ നിഅമത്തുകളും ആസ്വദിക്കുകയായിരുന്നു, അള്ളാഹുവിന്റെ ഓരോ അനുഗ്രഹങ്ങളും ആസ്വദിക്കുകയായിരുന്നു. കാരണം രാവിലെ ആരോഗ്യത്തോടെ എഴുന്നേൽക്കാൻ കഴിയാത്ത രോഗികളെ നമുക്ക് കാണാൻ സാധിക്കും. 3 നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരെ നമുക്ക് കാണാം. രാത്രി മനസ്സമാധാനത്തോടു കൂടി ഉറക്കം ലഭിക്കാത്തവരെ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എടുത്തു പറയാൻ തന്നെ ഭയങ്കരമായിട്ടുള്ള നിഅമത്തുകൾ, അനുഗ്രഹങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു സാധാരണ ഒരു ജീവിതം ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവനും പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ നിഅമത്തുകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതും അവനിക്ക് അള്ളാഹു നൽകിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. ഈ മനുഷ്യർക്ക് വേണ്ടിയാണ് അള്ളാഹു ദുനിയാവിലുള്ള സകലതും ഒരുക്കിയിട്ടുള്ളത്. എന്നാലും ഈ നിഅമത്തുകളിൽ വെച്ച്, അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? അള്ളാഹു തന്റെ അടിമകളായ മനുഷ്യർക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത് എന്നുള്ളത്, ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് അത് തൗഹീദാണ്. ഒരു മനുഷ്യൻ മുവഹിദാവുക എന്നുള്ളതാണ് അവനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു നിബന്ധന വെച്ചിട്ടുള്ളത് തൗഹീദിനെയാണ്. ആരെങ്കിലും ശിർക്ക് ചെയ്യുന്നവനാണെങ്കിൽ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, നിശ്ചയമായിട്ടും ശിർക്ക് ചെയ്യുന്നവൻ, അള്ളാഹുവിന് പങ്കു ചേർക്കുന്നവൻ, അവനിക്ക് അള്ളാഹു സ്വർഗത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു, അവന്റെ അഭയകേന്ദ്രം അത് നരകമായിരിക്കും എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യന് ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നിഅമത്ത് അത് തൗഹീദ് ലഭിക്കുക എന്നുള്ളതാണ്. അത് അള്ളാഹു എല്ലാവർക്കും കൊടുക്കൂല. ഈ നിഅമത്ത് അള്ളാഹു എല്ലാവർക്കും കൊടുക്കൂല. അതുപോലെ തന്നെ അള്ളാഹു എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല ഈ നിഅമത്ത് നൽകുന്നത്. ഒരു മനുഷ്യനെ അള്ളാഹു ഹിദായത്തിലാക്കുന്നത്, സന്മാർഗത്തിലേക്ക് നയിക്കുന്നത് ഒരിക്കലും അവന്റെ എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല. അങ്ങനെ അള്ളാഹു വല്ല ക്വാളിഫിക്കേഷനും നോക്കിയിട്ടാണ് മനുഷ്യരെ ഹിദായത്തിലേക്ക് നയിക്കുന്നതെങ്കിൽ, ഒരു മനുഷ്യന്റെ മനസ്സിൽ തൗഹീദിന്റെ വെളിച്ചം നൽകാൻ അള്ളാഹു എന്തെങ്കിലുമൊക്കെ മാനദണ്ഡമാക്കിയിരുന്നെങ്കിൽ, അള്ളാഹു അവന്റെ ആരുടെയെങ്കിലും അവരുടെ ഭരണം നോക്കിയിട്ടോ, അവന്റെ അധികാരം നോക്കിയിട്ടോ, അവന്റെ ആൾബലം നോക്കിയിട്ടോ, അവന്റെ സമ്പത്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ അവന്റെ കുടുംബബന്ധം നോക്കിയിട്ട്, അവന്റെ തറവാടിത്തം നോക്കിയിട്ട്, ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു ഹിദായത്ത് നൽകുന്നതെങ്കിൽ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ പലർക്കും ഹിദായത്ത് ലഭിക്കണമായിരുന്നു. അള്ളാഹു എങ്ങാനും അധികാരം നോക്കിയിട്ടാണ് ഹിദായത്ത് നൽകിയിരുന്നതെങ്കിൽ നമ്രൂദിന് ഹിദായത്ത് ലഭിക്കണമായിരുന്നു. തന്റെ അധികാരം വെച്ചിട്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകാശത്തുകൂടി പറന്നു പോകുന്ന പക്ഷികൾ പോലും കരിഞ്ഞു വീകുമാറ് തീക്കുണ്ടാരം ഒരുക്കിയിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത് നമ്രൂദ് തന്റെ അധികാരം ഉപയോഗിച്ചിട്ടാണ്. അള്ളാഹു എങ്ങാനും അധികാരം നോക്കിയിട്ടാണ് ഹിദായത്ത് നൽകുന്നതെങ്കിൽ അവനിക്ക് അധികാരമുണ്ട്, ആ അധികാരം കൊണ്ട് അവൻ മുഖേന വേറെ പലരും തൗഹീദിലേക്ക് വരാൻ കാരണമാകും എന്നൊക്കെ നോക്കിയിട്ടാണ് അള്ളാഹു ഹിദായത്ത് നൽകുന്നതെങ്കിൽ നമ്രൂദിന് ഹിദായത്ത് ലഭിക്കണമായിരുന്നു. പക്ഷെ അള്ളാഹു നമ്രൂദിന് ഹിദായത്ത് കൊടുത്തിട്ടില്ല. ഇനി ആൾബലം നോക്കിയിട്ടാണ് ഹിദായത്ത് നൽകുന്നതെങ്കിൽ ഫിറഔനിന് ഹിദായത്ത് ലഭിക്കണമായിരുന്നു. അവന്റെ ആൾബലത്തെ പറ്റി അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നു നമുക്ക്. ആ ആൾബലം വെച്ചിട്ടാണ് ഫിറഔൻ ഭൂമിയിലൂടെ അഹങ്കരിച്ച് നടന്നത്. അന റബ്ബുകുമുൽ അഅല, നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ് ഞാനാണ് എന്ന അഹങ്കാരത്തിന്റെ ഭാഷയിൽ ഫിറഔൻ പറഞ്ഞത് അവന്റെ ആൾബലം നോക്കിയിട്ടാണ്, അവന്റെ പിന്നിൽ അണിനിന്നിരുന്ന ആൾക്കാരെ നോക്കിയിട്ടാണ്. പക്ഷെ ആ ഫിറഔനിനും അല്ലാഹു ഹിദായത്ത് നൽകിയിട്ടില്ല. ആൾബലം നോക്കിയിട്ടും അവർ ദുനിയാവിൽ അവർക്ക് പിറകെ എത്ര ആൾക്കാരുണ്ട്, അവനെ തൗഹീദിലേക്കാക്കിയാൽ അവന്റെ പിറകെയുള്ളവരും തൗഹീദിലേക്ക് വരും എന്ന കണക്ക് വെച്ചിട്ടല്ല അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടുള്ളത്.
അതുകൊണ്ട് അള്ളാഹു ഫിറഔനിനെയും ഹിദായത്തിന് വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്തിട്ടില്ല. ആ അധികാരം വെച്ചിട്ട്, ആ ആൾബലം വെച്ചിട്ടാണ് ഫിറഔൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാട് കടത്തിയത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറഔനിനെ പറ്റി ഖുർആനിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് എന്താണ്? അവന്റെ ആൾബലം വെച്ച് അവൻ ദുനിയാവിൽ അഹങ്കരിക്കുകയും എല്ലാ ഫസാദുകളും ഉണ്ടാക്കുകയും ചെയ്തു. അത്രയും ആരോഗ്യത്തോടു കൂടി ജീവിച്ചവർ. അതേപോലെ തന്നെ ആരോഗ്യം നോക്കിയിട്ടാണ് അള്ളാഹു, അവന്റെ ഫലവും ആരോഗ്യവും നോക്കിയിട്ടാണ് ഹിദായത്ത് നൽകുന്നതെങ്കിൽ ആദ് സമുദായത്തിന് ഹിദായത്ത് നൽകണമായിരുന്നു, ആദ് ഗോത്രത്തിന് ഹിദായത്ത് നൽകണമായിരുന്നു. അവരെ പോലെ ഒരു കൂട്ടരെ അള്ളാഹു ഈ ഭൂമിയിൽ പടച്ചിട്ടേ ഇല്ല എന്നാണ് അള്ളാഹു അവരെ പറ്റി പറഞ്ഞത്. അത്രയും കരുത്തുള്ളവരായിരുന്നു അവർ. അവരുടെ ആരോഗ്യം നോക്കിയിട്ട് അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകിയിട്ടില്ല. അതേപോലെ തന്നെ മലകളിൽ കൈകൊണ്ട് തുരന്ന് വീടുകൾ ഉണ്ടാക്കിയവർ, അവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടില്ല. ആരോഗ്യം നോക്കിയിട്ടല്ല അള്ളാഹു ഹിദായത്ത് നൽകുന്നത്, സമ്പത്ത് നോക്കിയിട്ട്. നാട്ടിലെ ഒരു സമ്പന്നൻ, അവന്റെ അടുത്ത് കുറെ സ്വത്തുണ്ട്, അവനെ തൗഹീദിലേക്കാക്കിയാൽ, അവനിക്ക് ഹിദായത്ത് നൽകിയാൽ അവന്റെ സ്വത്ത് ലഭിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ അവന്റെ സ്വത്ത് കണ്ടിട്ട് പലരും ഹിദായത്തിലേക്ക് വരും, തൗഹീദിലേക്ക് വരും. അതുകൊണ്ട് ഈ നാട്ടിലെ സമ്പന്നരെ അവരെ ഹിദായത്തിലേക്കാക്കാം എന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. അതും അള്ളാഹു നോക്കിയിട്ടില്ല ഹിദായത്ത് നൽകാൻ. അങ്ങനെ സമ്പത്ത് നോക്കിയിട്ടാണ് ഹിദായത്ത് നൽകുന്നതെങ്കിൽ ഖാറൂനിന് ഹിദായത്ത് ലഭിക്കണമായിരുന്നു. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ. അല്ലാഹു ഖാറൂനിന്റെ സമ്പത്തിനെ പറ്റി പരിചയപ്പെടുത്തി തരുന്നതാണ്. അവനിക്ക് നാം ഖജനാവുകൾ നൽകി. അവന്റെ ഖജനാവിന്റെ താക്കോൽ കൂട്ടം മാത്രം അത് ഒരു പറ്റം അതിശക്തരായ ഒരു കൂട്ടർക്ക് വഹിക്കാൻ മാത്രമുണ്ടായിരുന്നു. ഖാറൂനിന്റെ ഖജനാവിന്റെ താക്കോൽ കൂട്ടം മാത്രം. അത്രയും സമ്പത്തിന്റെ ഉടമയായിരുന്നു ഖാറൂൻ. അവനിക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടില്ല. ഇനി കുടുംബ ബന്ധം നോക്കിയിട്ട്, തറവാടിത്തം നോക്കിയിട്ടാണ് അള്ളാഹു ഹിദായത്ത് നൽകുന്നതെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉപ്പാക്ക് അള്ളാഹു ഹിദായത്ത് നൽകണമായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബാപ്പാക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടില്ല. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ 950 വർഷക്കാലം അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്ത ആ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ കിടപ്പറ പങ്കിട്ട ഭാര്യ, ആ ഭാര്യക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടില്ല. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടില്ല. അവർക്ക് അള്ളാഹു തൗഹീദിന്റെ വെളിച്ചം നൽകിയിട്ടില്ല. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ അള്ളാഹു പറഞ്ഞു, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുകയാണ്, യാ അല്ലാഹ്, എന്റെ മകനാണ് ഈ വെള്ളത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്നത്, അവനക്ക് നീ ഹിദായത്ത് നൽകണേ അല്ലാഹ്. അള്ളാഹു പറഞ്ഞു, ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്. ഒരുപക്ഷെ രക്തബന്ധത്തിൽ അവൻ നിന്റെ മകനായേക്കാം, ആദർശബന്ധത്തിൽ അവൻ നിന്റെ മകനല്ല. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകന് അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടില്ല. നാട്ടിലെ വലിയ തറവാടിയാണ്, വലിയ സലഫി പ്രവർത്തകനായിട്ട് അറിയപ്പെട്ടവനാണ് അവന്റെ മകൻ. അവൻക്ക് വാപ്പ സലഫി ആയതുകൊണ്ടോ വാപ്പ മുവഹിദ് ആയതുകൊണ്ടോ ഒരു കാരണവശാലും അള്ളാഹു മകനെ തൗഹീദുള്ളവനാക്കൂല. അങ്ങനെ തറവാടിത്തം നോക്കിയിട്ടോ കുടുംബ ബന്ധം നോക്കിയിട്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് നൽകിയിരുന്നെങ്കിൽ, മുവഹിദാക്കിയിരുന്നെങ്കിൽ, ഹിദായത്ത് നൽകിയിരുന്നെങ്കിൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പ അബൂ താലിബിന് ഹിദായത്ത് ലഭിക്കണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേയറ്റം ആഗ്രഹിച്ച ഒരു ഹിദായത്തായിരുന്നു സ്വന്തം മൂത്താപ്പ അബൂ താലിബിന്റെ ഹിദായത്ത്. എപ്പോഴും റസൂലുള്ളാഹി തങ്ങൾ പോയിട്ട് ദഅവത്ത് ചെയ്യും. റസൂലുള്ളാഹി തങ്ങൾ എപ്പോഴും പോയിട്ട് ദഅവത്ത് ചെയ്യും. അവസാനം മരണസമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയിട്ട് പറഞ്ഞു, മൂത്താപ്പ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മൂത്താപ്പ, നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ സാക്ഷി നിൽക്കാം, എന്റെ മൂത്താപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാണ് മരിച്ചതെന്ന്. എന്റെ ചെവിയിൽ പറഞ്ഞാൽ മതി, ആരും കേൾക്കണ്ട, ആരെയും അറിയിക്കണ്ട, പതുക്കെ എന്റെ ചെവിയിൽ ഒന്ന് പറഞ്ഞാൽ മതി, നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ സാക്ഷി നിൽക്കാം, ഞാൻ പറയാം എന്റെ റബ്ബിനോട് എന്റെ മൂത്താപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാണ് മരിച്ചതെന്ന്. പക്ഷെ അബൂ താലിബ് റെഡി ആയിട്ടില്ല. അബൂ താലിബിന് അള്ളാഹു ഹിദായത്ത് നൽകാൻ തീരുമാനിച്ചിട്ടില്ല.
കാരണം അള്ളാഹു കുടുംബ ബന്ധം നോക്കിയിട്ടോ തറവാടിത്തം നോക്കിയിട്ടോ അല്ല അള്ളാഹു ഹിദായത്ത് നൽകുന്നത്. മറിച്ച് പിന്നെ എങ്ങനെയാണ് അള്ളാഹു അവന്റെ അടിമകളിൽ നിന്നും ഓരോരുത്തരെ പ്രത്യേകം സെലക്ട് ചെയ്യുന്നതാണ്. അള്ളാഹു അവന്റെ അടിമകളിൽ നിന്നും ഓരോരുത്തരെ തൗഹീദിന് വേണ്ടി പ്രത്യേകം സെലക്ട് ചെയ്യുന്നതാണ്. ആ അള്ളാഹു സെലക്ട് ചെയ്യുന്നവരിൽ പെട്ടവരാണ് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും. അള്ളാഹുവിന്റെ തൗഹീദ് എന്ന നിഅമത്ത് അത് ആസ്വദിക്കാൻ അള്ളാഹു പ്രത്യേകം സെലക്ട് ചെയ്തവർ. ആരോഗ്യം നോക്കാതെ, കുടുംബ ബന്ധം നോക്കാതെ, തറവാടിത്തം നോക്കാതെ, ആൾബലം നോക്കാതെ, അധികാരം നോക്കാതെ, സമ്പത്ത് നോക്കാതെ അള്ളാഹു അവന്റെ അടിമകളിൽ നിന്നും പ്രത്യേകം സെലക്ട് ചെയ്തവർ. എല്ലാവർക്കും കൊടുക്കൂല അള്ളാഹു ഹിദായത്ത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പാക്ക് അറിയാമായിരുന്നു, അബൂ താലിബിന് അറിയാമായിരുന്നു ഏറ്റവും നല്ല ദീൻ തന്റെ കൊച്ചുമകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതാണ് ഏറ്റവും നല്ല ദീൻ എന്ന് അബൂ താലിബിന് അറിയാമായിരുന്നു. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. ഈ മനുഷ്യകുലത്തിൽ ദീനായിട്ട് ആചരിക്കുന്നതിൽ ഏറ്റവും നല്ല ദീൻ മുഹമ്മദിന്റെ ദീനാണെന്ന് എനിക്കറിയാം എന്ന് അബൂ താലിബ് പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ആ ദീൻ സ്വീകരിക്കാത്തത്? എന്റെ മരണശേഷം ആൾക്കാർ പറയും അവൻ അവസാന സമയത്ത് തന്റെ കാരണവന്മാർ ചെയ്തു പോന്നതെല്ലാം ഒഴിവാക്കി മുഹമ്മദിനെ അനുസരിച്ചിട്ടാണ് അവൻ മരിച്ചത് എന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിക്കും എന്ന് പറഞ്ഞിട്ടായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അബൂ താലിബ് വിസമ്മതിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ ഒരു ക്വാളിഫിക്കേഷനും നോക്കിയിട്ടല്ല അവർക്ക് തൗഹീദിന്റെ വെളിച്ചം മനസ്സിലേക്ക് നൽകുന്നത്. മറിച്ച് അള്ളാഹു പ്രത്യേകം സെലക്ട് ചെയ്യുന്നതാണ്. ഈ മൂത്താപ്പ അബൂ താലിബിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേയറ്റം ആഗ്രഹിക്കുകയും അങ്ങേയറ്റം എടങ്ങേറാവുകയും മനസ്സുകൊണ്ട് വിഷമിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഓ പ്രവാചകരെ, താങ്കൾക്കൊരാളെയും ഹിദായത്തിലാക്കാൻ സാധിക്കുകയില്ല. വലാകിന്നല്ലാഹ, പക്ഷേ അല്ലാഹു ഉണ്ടല്ലോ, യഹ്ദീ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ പ്രത്യേകം ഹിദായത്തിലേക്ക് സെലക്ട് ചെയ്യുന്നതാണ്. അള്ളാഹു ഖുർആനിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞു, പ്രവാചകരെ, താങ്കൾക്ക് ഒരിക്കലും തന്നെ ഒരാളെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ആ പ്രവാചകനോട് ഹിദായത്തിനെ തേടുക? ആ പ്രവാചകനോട് പിന്നെ എങ്ങനെയാണ് നരകത്തിൽ നിന്നുള്ള മോചനം തേടുക? ആ പ്രവാചകനോട് എങ്ങനെ നമ്മൾ നമ്മുടെ പരാതികൾ പറയും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ പോലും ഒരാളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ, ഇല്ലെങ്കിൽ അയാളുടെ മനസ്സിലേക്ക് ഹിദായത്ത് ഇട്ട് കൊടുക്കാൻ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അധികാരം നൽകിയിട്ടില്ല എന്ന് അള്ളാഹു ഇത്ര ക്ലിയർ ആയിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടും പിന്നെ എങ്ങനെ നമുക്ക് ആ ഗൈബ് അറിയാത്ത, അദൃശ്യ കാര്യങ്ങൾ അറിയാത്ത, കഴിഞ്ഞു പോയ വരാനിരിക്കുന്നതൊന്നും അറിയാത്ത ആ പ്രവാചകനോട് നമ്മൾ എങ്ങനെ നമ്മുടെ പരാതികൾ പറയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ വെറും 15 വയസ്സുള്ള സമയത്താണ് ബനുൽ മുസ്തലഖ് യുദ്ധത്തിന്റെ ശേഷം ഇഫ്കിന്റെ സംഭവം നടക്കുന്നത്. ആ 15 വയസ്സുള്ള മകൾ ആയിഷത്തു സിദ്ദീഖ എന്ന റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയെ പറ്റിയാണ് വ്യഭിചാരാരോപണത്തിന്റെ പ്രശ്നം നടക്കുന്നത് മദീനയിൽ. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന ആ മുനാഫിഖീങ്ങളുടെ നേതാവ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയെ പറ്റി വ്യഭിചാരാരോപണം നടത്തിയപ്പോൾ ദിവസങ്ങളോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംശയിച്ചു പോയി. സ്വന്തം ഭാര്യയെ പറ്റി നാട്ടിലുള്ള ഒരു മുനാഫിഖീങ്ങളുടെ നേതാവ് വ്യഭിചാരാരോപണം നടത്തിയപ്പോ അതിലും റസൂലുള്ളാഹി തങ്ങൾ സംശയിച്ചു പോയി. കാരണം റസൂലുള്ളാഹി തങ്ങൾക്ക് ഗൈബ് അറിയില്ല, റസൂലുള്ളാഹി തങ്ങൾക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചതല്ലാതെ റസൂലുള്ളാഹി തങ്ങൾക്ക് അറിയാൻ സാധിക്കുകയില്ല.
എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനെ വിളിച്ചിട്ട് അഭിപ്രായം ചോദിച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ പല സംസാരങ്ങളും നടക്കുന്നുണ്ടല്ലോ, എന്താണ് എന്റെ ഭാര്യ ആയിഷയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് സഹാബത്തിനെ വിളിച്ച് ചോദിക്കുമാറ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സംശയത്തിൽ കുടുങ്ങിപ്പോകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പിന്നെ എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക? ആ റസൂലുള്ളാഹി തങ്ങൾ ഇന്ന് നമ്മൾ പറയുന്നത് ആ റസൂലുള്ളാഹി തങ്ങൾ കേൾക്കുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ അറിയുന്നുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ തീർത്തു തരും എന്നെങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക? സ്വന്തം ഭാര്യ ആയിഷയുടെ വിഷയത്തിൽ നടന്ന പ്രശ്നം പോലും റസൂലുള്ളാഹി തങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ദിവസങ്ങളോളം കരഞ്ഞു, രാത്രി ഉറക്കില്ലാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് ആ ആയിഷ റളിയല്ലാഹു തആല അൻഹ പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അവസാനം ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് കൂടെ ഉണ്ടായിരുന്നവര് പറഞ്ഞപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ അറിയുന്നത് എന്നെ പറ്റി നാട്ടിൽ ഇങ്ങനെയൊക്കെ സംസാരങ്ങൾ നടക്കുന്നുണ്ട് എന്ന്. അപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ഇത്ര ദിവസമായിട്ട് എൻ്റെ അടുത്തേക്ക് വരാതിരുന്നത് എന്ന്. ഒരു മനുഷ്യൻ ആ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് റസൂലുള്ളാഹി തങ്ങളുടെ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു കളവ് പറഞ്ഞു പരത്തിയപ്പോൾ അതിൽ പോലും റസൂലുള്ളാഹി തങ്ങൾ സംശയിച്ചു പോയി. അത്രത്തോളം റസൂലുള്ളാഹി തങ്ങൾക്ക് ഗൈബ് അറിയില്ല എന്ന് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ റസൂലുള്ളാഹി തങ്ങൾക്ക് ഗൈബ് അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അതിന്റെ താഴെയുള്ളവരോട് നമ്മൾ ചോദിക്കുക? അത് എത്ര വലിയ വലിയാണെങ്കിലും, എത്ര വലിയ തങ്ങളാണെങ്കിലും, എത്ര വലിയ സാലിഹായ മനുഷ്യനാണെങ്കിലും ശരി, പിന്നെ റസൂലുള്ളാഹി തങ്ങൾക്ക് അറിയാത്ത, റസൂലുള്ളാഹി തങ്ങൾക്ക് കഴിയാത്തത് അതിന്റെ കീഴെയുള്ളവരോട് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? മുസ്ലിം സമൂഹം അത്രത്തോളം അധപ്പതിച്ചിരിക്കുകയാണ്, അത്രത്തോളം അധപ്പതിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് കഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന ഒരു കാര്യം റസൂലുള്ളാഹി തങ്ങൾക്ക് എത്രയോ കീഴെയുള്ള, റസൂലുള്ളാഹി തങ്ങളുടെ ദർജയേക്കാൾ എത്രയോ താഴെയുള്ള, സഹാബത്തിന്റെ ദർജയേക്കാൾ താഴെയുള്ള എന്റെ സമൂഹമാണ് ഏറ്റവും നല്ല സമൂഹം, എന്റെ കാലമാണ് ഏറ്റവും നല്ല കാലം, പിന്നീട് താബിഈങ്ങളുടെ കാലം, പിന്നീട് തബഉ താബിഈങ്ങളുടെ കാലം എന്ന് പറഞ്ഞ ആ 3 നൂറ്റാണ്ടിൽ അവരെക്കാൾ എത്രയോ താഴെയുള്ള മനുഷ്യരോട് പിന്നെ എങ്ങനെയാണ് നമ്മളെ പരാതികൾ പറയുക? പിന്നെ നമ്മൾ എങ്ങനെയാണ് അവരോട് രോഗശമനത്തിന് ചോദിക്കുക? പിന്നെ എങ്ങനെയാണ് നമ്മുടെ കടം വീട്ടിത്തരാൻ നമ്മൾ അവരോട് പറയുക? പിന്നെ എങ്ങനെയാണ് നമ്മൾ അവരോട് മക്കളെ ചോദിക്കുക? അല്ലാഹു റസൂലുള്ളാഹി തങ്ങൾക്ക് പോലും കൊടുത്തിട്ടില്ലാത്ത അധികാരം അതെങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് എത്രയോ താഴെയുള്ളവർക്ക് നമ്മൾ നൽകുക? അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله وكفى والصلاة والسلام على عباده الذين اصطفى أما بعد فيا أيها الناس اتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും വലിയ നിഅമത്തായിട്ടുള്ള തൗഹീദിന് വേണ്ടി സെലക്ട് ചെയ്തവരാണ് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും. നമ്മുടെ ഒരു ക്വാളിഫിക്കേഷനും അല്ലാഹു നോക്കിയിട്ടില്ല. എന്നിട്ടും അള്ളാഹു നമ്മളെ ഹിദായത്തിലാക്കി, നമ്മളെ സന്മാർഗത്തിലാക്കി, നമുക്ക് തൗഹീദിനെ മനസ്സിലാക്കി തന്നു.
എന്തിനു വേണ്ടിയാണോ അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് അത് നമുക്ക് അള്ളാഹു മനസ്സിലാക്കി തന്നു. നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹു അതിന്റെ വെളിച്ചം ഇട്ടു തന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ തൗഹീദിൽ തന്നെ ഉറച്ചു നിൽക്കാൻ, അള്ളാഹു നൽകിയിട്ടുള്ള ഈ നിഅമത്തിനെ നിങ്ങളിൽ നിലനിർത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് 2 കാര്യമാണ്. ഞാൻ നിങ്ങളിൽ 2 കാര്യങ്ങൾ വിട്ടേച്ചു പോവുകയാണ്. ആ 2 കാര്യങ്ങളെ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും തന്നെ വഴികേടിലാവുകയില്ല. ഈ തൗഹീദിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോവുകയില്ല. തറക്തു ഫീക്കും അംറൈൻ, ഞാൻ നിങ്ങളിൽ 2 കാര്യങ്ങൾ വിട്ടേച്ചു പോവുകയാണ്. കിതാബല്ലാഹി വസുന്നത റസൂലിഹി, അള്ളാഹുവിന്റെ കിതാബും ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെയുമാണ് റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് നൽകിയിട്ട് പോയിട്ടുള്ളത്. എന്തിന്? ഈ തൗഹീദ് എന്ന നിഅമത്തിനെ നമ്മളിൽ ഉറപ്പിച്ചു നിർത്താൻ, അതിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഒരു മനുഷ്യൻ മുവഹിദാവുകയില്ല. അതിന്റെ എല്ലാ ഷർത്തുകളും നിബന്ധനകളും അതിന്റെ എല്ലാ റുക്നുകളും പരിപൂർണമായ രൂപത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ ഒരു മനുഷ്യൻ മുവഹിദാവുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും വെറും പറഞ്ഞതുകൊണ്ട് മാത്രം രക്ഷപ്പെടുമായിരുന്നെങ്കിൽ പലരും രക്ഷപ്പെടണമായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മരണസമയത്ത് സന്തോഷിക്കുന്നവർ, മലക്കുകൾ ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്കിനി സങ്കടപ്പെടേണ്ടതില്ല, നിങ്ങൾ ഇനി വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ സന്തോഷിക്കുക, സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു വരിക എന്നും പറഞ്ഞ് ചില ആൾക്കാരെ മലക്കുകൾ കൂട്ടിക്കൊണ്ടുപോകും. ആരാണവർ? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും സുമ്മസ്തഖാമു, എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തവർ. എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയുകയും എന്നിട്ട് പരാതികൾ വേറെ ജാറത്തിലും തങ്ങളെടുത്തും പോയിട്ട് പറയുന്നവർ അവരല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ആണ് ആരാധനക്കർഹൻ, ഞാൻ ഇനി എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്റെ റബ്ബിനോട് മാത്രമേ പറയൂ, എന്റെ അള്ളാഹുവിനോട് മാത്രമേ പറയൂ, എന്ത് പരാതികളും ആ റബ്ബിനോട് മാത്രമേ പറയൂ എന്ന് സാക്ഷ്യം വഹിക്കുകയും എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ വേറെ ആരുടെയെങ്കിലും അടുത്തേക്ക് പോകുന്നവർ അവരെല്ലാം മുവഹിദീങ്ങൾ. പിന്നെ ആരാണ്? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും സുമ്മസ്തഖാമു, അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തവർ, അവരാണ് മുവഹിദീങ്ങൾ. അവനാ പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നവരായിരിക്കും. എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും പിന്നെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ അല്ലാഹുവിനോട് മാത്രമേ പറയൂ, എന്ത് പരാതികൾ ഉണ്ടെങ്കിലും ആ അല്ലാഹുവിനോട് മാത്രമേ പറയൂ. എത്ര വലിയ രോഗിയാണെങ്കിലും അല്ലാഹുവിനോട് മാത്രമേ അവൻ രോഗശമനം ചോദിക്കുകയുള്ളൂ. എത്ര വലിയ കടക്കാരനാണെങ്കിലും അവൻ അല്ലാഹുവിനോട് മാത്രമേ പറയൂ. എത്ര കാലമായിട്ട് മക്കളില്ലാത്തവനാണെങ്കിലും അവൻ അല്ലാഹുവിനോട് മാത്രമേ ചോദിക്കുകയുള്ളൂ, വേറൊരാളടുത്തേക്കും അവൻ പോവുകയില്ല. അങ്ങനെ ആ അല്ലാഹ് എന്നുള്ള വാക്കിൽ എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവർ, അവരെയാണ് അല്ലാഹു മുവഹിദീങ്ങളായിട്ട് പരിചയപ്പെടുത്തിയിട്ട് തന്നിട്ടുള്ളത്. ആ മുവഹിദീങ്ങൾക്കാണ് അല്ലാഹു മനസ്സമാധാനം നൽകുക. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരുന്നതാണ്. ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹു മതി. എത്ര വലിയ പ്രശ്നത്തിലാണെങ്കിലും എത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും എനിക്ക് എന്റെ അല്ലാഹു മതിയായവനാണ്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും എന്ന ഉറച്ച വിശ്വാസം അത് അല്ലാഹു മുവഹിദീങ്ങൾക്ക് മാത്രമേ നൽകുകയുള്ളൂ. തൗഹീദില്ലാത്തവർ ഒരു കാരണവശാലും അല്ലാഹു അവർക്ക് മനസ്സമാധാനം ലഭിക്കുകയില്ല. അവർ എപ്പോഴും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കും മനസ്സമാധാനത്തിനു വേണ്ടി. എവിടെയാണ് സമാധാനം ലഭിക്കുക? ആരടുത്തേക്കാണ് പോവുക? ആരോടാണ് പരാതി പറയുക? ആരോടാണ് പ്രശ്നങ്ങൾ പറയുക? എപ്പോഴും അവരുടെ മനസ്സിന് ഒരു സമാധാനമില്ലായ്മ, മനസ്സിന് വിഷമങ്ങൾ മാത്രം, പ്രയാസങ്ങൾ മാത്രമായിരിക്കും. പക്ഷെ ഒരു മുഅ്മിൻ, അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. വൈനസാബത്ഹു ദർറാഉ സബറ, അവനിക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അവൻ ക്ഷമിക്കുന്നതാണ്. ഫദാലിക ഖൈറുൽ ലഹു, അതവനിക്ക് ഖൈറായിട്ടേ ഭവിക്കൂ. വഇനസാബത്ഹു സറാഉ ശകറ, അവനിക്ക് എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങൾ വന്നാൽ അവൻ നന്ദി കാണിക്കുന്നതാണ്. എല്ലാം അല്ലാഹുവിന് വേണ്ടി മാത്രം, എല്ലാം അല്ലാഹുവിനോട് മാത്രം. അങ്ങനെയുള്ള മുവഹിദീങ്ങൾക്ക് മാത്രമേ
മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു അത് മുഅ്മിനീങ്ങൾക്ക് മാത്രം പറഞ്ഞതാണ് മനസ്സമാധാനം എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ മുവഹിദീങ്ങളുടെ, മുത്തഖീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ, മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. യാ അല്ലാഹ്, നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി താ അല്ലാഹ്. യാ അല്ലാഹ്, നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, നമ്മുടെ ബന്ധുക്കൾ, ആദർശ ബന്ധുക്കൾ, രക്തബന്ധുക്കൾ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബർ നീ സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, നമ്മിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അവരുടെ കടങ്ങൾ നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അവരുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ അല്ലാഹ്. യാ അല്ലാഹ്, മക്കളെ കല്യാണം കഴിപ്പിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ, അവരുടെ മക്കൾക്ക് നീ സാലിഹീങ്ങളായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, അവർക്ക് നല്ല വീട് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മറ്റു പ്രയാസങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.